മനുഷ്യൻ ലോൺലിനെസ് കൊണ്ട് തളരുന്ന ഈ ലോകത്തിൽ ഫോർമി എന്ന കമ്പനി ഒരു പുതിയ റെവല്യൂഷൻ ആരംഭിക്കുന്നു. അവരുടെ AI ടെക്നോളജി ഉപയോഗിച്ച് ആളുകൾക്ക് വിർച്വൽ ബോയ്ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഒപ്പമുണ്ടെന്ന പോലെ ജീവിക്കാം. കോണ്ടാക്ട് ലെൻസും ഇയർബഡ്സും ധരിച്ചാൽ AI പാർട്ട്ണർ നിങ്ങളോട് സംസാരിക്കും, നിങ്ങളെ മനസ്സിലാക്കും, ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല. ഹാർട്ട് ബ്രേക്ക് ഇല്ലാത്ത പെർഫെക്റ്റ് ലവ്, അതാണ് അവരുടെ വാഗ്ദാനം. ഈ ടെക്നോളജിയുടെ പിന്നിലുള്ളത് യോൻ ബിയ എന്ന ജീനിയസ് CEO ആണ്. ബിസിനസ് ലോകത്ത് അവൾ കോൾഡ്, സ്ട്രിക്റ്റ്, ഇമോഷണലെസ് വുമൺ ആയി അറിയപ്പെടുന്നു. മീറ്റിംഗ്സ് ഒരു മണിക്കൂറിൽ കൂടുതൽ പോകുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല. ലവ്, ഡേറ്റിംഗ്, ഇമോഷൻസ് ഇതെല്ലാം ടൈം വേസ്റ്റ് ആണെന്ന് അവൾ വിശ്വസിക്കുന്നു. പക്ഷെ ആരും അറിയാത്ത ഒരു സത്യമുണ്ട്. സ്വന്തം പാസ്റ്റിലുണ്ടായ വലിയ ട്രാജഡി കാരണം ബിയ ഇപ്പോഴും ഇമോഷണൽ പെയിനിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല. റിയൽ ഹ്യൂമൻ കണക്ഷൻസ് അവോയ്ഡ് ചെയ്ത് ടെക്നോളജിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരാളാണ് അവൾ. അതേസമയം സുൻഹോ എന്ന ഫേമസ് റൊമാൻസ് നോവലിസ്റ്റ് സ്വന്തം ജീവിതത്തിൽ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയി കഴിയുന്നു. ലോകം മുഴുവൻ അവന്റെ ലവ് സ്റ്റോറീസിനെ ആരാധിക്കുന്നുണ്ടെങ്കിലും അവന്റെ റിയൽ റിലേഷൻഷിപ്പ് സ്ലോലി തകരുകയാണ്. കാരണം അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ഇമോഷണൽ കംഫർട്ട് നൽകുന്നത് ഒരു AI ബോയ്ഫ്രണ്ട് ആണ്. ലവ് സ്റ്റോറീസ് എഴുതുന്ന മനുഷ്യന് ഇപ്പോൾ ലവ് തന്നെ മനസ്സിലാകാത്ത അവസ്ഥ. ഫെയിമും സക്സസും ഉണ്ടായിട്ടും ഉള്ളിൽ അവനും ലോൺലിനെസ് അനുഭവിക്കുന്നു. ഒരു വലിയ പബ്ലിക് ഇവന്റ് സമയത്ത് ബിയയുടെ കമ്പനി സ്കാൻഡലിൽ കുടുങ്ങുമ്പോൾ മീഡിയയും പ്രഷറിന്റെയും നടുവിൽ അവളുടെ പഴയ ട്രോമ വീണ്ടും ട്രിഗർ ആവുകയാണ്. എല്ലാവർക്കും മുൻപിൽ സ്ട്രോങ് ആയി നിൽക്കുന്ന ആ വുമൺ ആദ്യമായി കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആകുന്നു. അപ്പോഴാണ് സുൻഹോ അവളുടെ ജീവിതത്തിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയി കടന്നു വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇമോഷൻസ് നിറഞ്ഞ ലോകത്തിൽ റിയൽ ഹ്യൂമൻ കണക്ഷൻസ് ഇപ്പോഴുമുണ്ടോ എന്ന് ചോദിക്കുന്ന രണ്ട് ബ്രോക്കൺ സോൾസ് തമ്മിലുള്ള ഇമോഷണൽ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുന്നു.